ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കിച്ചൺ, ഫുഡ്, കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ആ സീരീസിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലതരം ടേസ്റ്റുകളെ കുറിച്ചാണ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പലരും ഒന്നെങ്കിൽ ഗുഡ് ടേസ്റ്റ് അല്ലെങ്കിൽ ബാഡ് ടേസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞു കളയുക. കാരണം ബാക്കിയുള്ള ടേസ്റ്റുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം എന്നറിയാത്തത് കൊണ്ട്. അപ്പോൾ ഇനി ആ പേടി വേണ്ട. നമ്മൾ ഓരോന്നിനും എങ്ങനെയാണ്, ഓരോ സ്പെസിഫിക് ടേസ്റ്റിന് എങ്ങനെയാണ് പറയുക എന്നാണ് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഇപ്പം ഭയങ്കര ടേസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ലെസ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റത്തിനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലാൻഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ദ ഫുഡ് ടേസ്റ്റഡ് ബ്ലാൻഡ് വിത്തൗട്ട് സ്പൈസസ്. സ്പൈസസ് ഇല്ലാഞ്ഞത് കൊണ്ട് ആ ഫുഡ് ബ്ലാൻഡ് ആയിട്ടാണ് ടേസ്റ്റ് ചെയ്തത്. ഈ ബ്ലാൻഡ് എന്ന് പറയുന്നത് ടേസ്റ്റ് കുറവുള്ളതിനെ പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് ബ്ലാൻഡ് എന്നുള്ളത്. ഇനി ചിലർക്ക് എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് വേണം നിർബന്ധമില്ല, ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് മതി. അപ്പോൾ അതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക? വി ക്യാൻ സേ മൈൽഡ്. ഫോർ എക്സാമ്പിൾ, എൽഡർലി പീപ്പിൾ ലൈക്ക് ടു ഹാവ് മൈൽഡ് ഫ്ലേവർ ഫോർ ദെയർ ഫുഡ്. അവരുടെ ഫുഡിലൊക്കെ ഈ പ്രായമായ ആൾക്കാർക്ക് ഒരു മൈൽഡ് ഫ്ലേവറാണ് ഇഷ്ടം. സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് എന്താവില്ല, അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇനിയിപ്പം മധുരമുള്ള ഫുഡ്, നല്ല മധുരമുള്ള ഫുഡ് ഐറ്റം ആണെങ്കിൽ, ഇപ്പം ഒരു ആപ്പിളൊക്കെ നല്ല മധുരമുള്ള ആപ്പിൾ ആണെങ്കിൽ നമ്മളതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദ ആപ്പിൾ ഹാഡ് എ സ്വീറ്റ് ടേസ്റ്റ്. ആപ്പിളിനൊരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. ഇനിയിപ്പോൾ നല്ല എരിവുള്ള ഭക്ഷണമാണെങ്കിൽ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക? വി ക്യാൻ സേ സ്പൈസി. ഫോർ എക്സാമ്പിൾ, ദ സ്പൈസി ഫുഡ് മെയ്ഡ് മൈ മൗത്ത് ബേൺ. സ്പൈസി ആയിട്ടുള്ള ആ ഒരു ഫുഡ് എൻ്റെ മൗത്ത് ബേൺ ചെയ്യിപ്പിച്ചു എന്ന് വെച്ചാൽ ഭയങ്കര എരിവുള്ള ഫുഡ് കഴിച്ചപ്പോൾ വായ പൊള്ളിപ്പോയി എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ഉള്ളൊരു മറ്റൊരു ടേസ്റ്റാണ് പുളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുളിക്ക് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? സോറെന്നും പറയും, അതുപോലെ തന്നെ ടാർട്ട് എന്നും പറയാറുണ്ട്. ടാർട്ട്, TART, ടാർട്ട്. യു ക്യാൻ സേ ദ ലെമണേഡ് ഹാഡ് എ ടാർട്ട് ഫ്ലേവർ. ലെമണേഡിന് ഒരു ടാർട്ടായിട്ടുള്ള ഫ്ലേവർ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി കിട്ടി. ചിക്കൻ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് അല്ലേ. നല്ല ടേസ്റ്റുള്ള ഫുഡിന് നമുക്ക് ഡിലീഷ്യസ് ഫുഡ് എന്നും പറയാം, അതുപോലെ തന്നെ സേവറി എന്നും പറയും. സേവറി നല്ല എക്സ്ട്രീംലി ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം തന്നെ പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫ്രണ്ട് നന്നായിട്ട് അമേസിംഗ് ആയിട്ട് ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ യു ക്യാൻ സേ ഷീ കുക്സ് അമേസിംഗ് ആൻഡ് സേവറി ഫ്ലേവർ. ഷീ കുക്സ് അമേസിംഗ് ആൻഡ് സേവറി ഫ്ലേവർ. അവൾ നല്ല അമേസിംഗ് ആയിട്ടുള്ള സേവറി ആയിട്ടുള്ള ഫ്ലേവറുള്ള ഫുഡ്സാണ് അവൾ കുക്ക് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഒരിക്കലും ഗുഡ് ടേസ്റ്റ്, ബാഡ് ടേസ്റ്റ് എന്ന് പറയരുത്. അതിന് പകരം അവിടെ ഏത് ടേസ്റ്റ് ആണോ ആപ്റ്റ് ആയിട്ടുള്ളത് ആ ടേസ്റ്റ് യൂസ് ചെയ്ത് സംസാരിക്കുക.